എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SEO അരുൺകുമാറിൻ്റെ സംവിധാനത്തിൽ വന്ന വീരദൂരശൂരൻ എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം എന്താ പറയുക, ഒരു രണ്ട് വില്ലന്മാരെ കാണിക്കുന്നു, ചേട്ടനും അനിയന്മാരും. അപ്പോൾ ഇവന്മാരാണ് ആ ഏരിയയിലെ വലിയ വില്ലന്മാർ. അപ്പോൾ വന്നിട്ട് ഇവർ മെയിൻ തൊഴിലെ വന്നിട്ട് റൗഡീസുമാണ്. അപ്പോൾ അടുത്ത് ഒരു ഇതിൽ വന്നിട്ട് ഒരു SP കാണിക്കുന്നു. SP ആയി വരുന്നത് SJ സൂര്യയാണ്. അപ്പോൾ ഈ SPക്ക് വന്നിട്ട് ഇവരെ എങ്ങനെയാണ് എൻകൗണ്ടർ ചെയ്യേണ്ടതെന്നൊരു ചാൻസ് നോക്കി നടക്കുകയാണ്. അപ്പോൾ അതിനൊരു ചാൻസ് വരുന്നു. അപ്പോൾ ആ ന്യൂസ് വന്നിട്ട് ഇവർക്ക് വരുന്നു. അപ്പോൾ ഇവർ തീരുമാനിക്കും, എന്താ പറയുക, അവൻ നമ്മളെ പൊക്കുന്നതിന് മുമ്പ് നമ്മൾ അവൻ്റെ കഥ കഴിക്കണം എന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരാൾ വേണം. അപ്പോൾ അതിന് നമ്മുടെ വിക്രമിനെ വിളിക്കുന്നു. വിക്രം ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴയ റൗഡി, ഇപ്പോൾ ഡീസൻ്റായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. അങ്ങനെ നമ്മുടെ ആ ഏട്ടൻ വില്ലൻ വന്നിട്ട് ഇയാളുടെ കാലിലൊക്കെ വീണ് എങ്ങനെയൊക്കെയോ വിക്രമിനെ ഇതിലേക്ക് വലിച്ചിടുന്നു. അങ്ങനെ വിക്രം വന്നിട്ട് ഇപ്പോൾ SJ സൂര്യനെ കൊല്ലാൻ പോകുന്നു. അതിനുശേഷം എന്താണ് സംഭവം, ആരൊക്കെയാണ്, എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളതാണ് ഈ പടത്തിൻ്റെ ഒരു കഥ. പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് ഒരുവിധം അങ്ങനെ പോയി. പക്ഷേ സെക്കൻഡ് ഹാഫ് കുറച്ച് വലിവായിരുന്നു. പടത്തിൻ്റെ എഡിറ്റിങ്ങും സിനിമാറ്റോഗ്രാഫിയും വർക്കിങ്ങും ഒക്കെ ഏകദേശം തറക്കിടില്ല. അതേപോലെ ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നവരൊക്കെ നല്ല അഭിനയിക്കാൻ കഴിവുള്ളവരെ മാത്രം തിരഞ്ഞെടുത്ത് പിടിച്ച് അഭിനയിപ്പിച്ചൊരു സിനിമയാണ്. അതുകൊണ്ട് ആണ് നമ്മൾ ആ തിയേറ്ററിലിരുന്ന് അത്ര നേരം ആ സിനിമ കണ്ടത്. കാരണം നമുക്കത് കുറേ സ്ഥലങ്ങളിൽ വന്നിട്ട് ബോറടിപ്പിക്കുന്നുണ്ട്. എന്താ പറയുക, ഇടയിൽ വന്നിട്ട് നമ്മുടെ കഥാനായകൻ്റെ ഫ്ലാഷ് ബാക്ക് പോകുന്ന സീന്, അതേപോലെ എന്താ പറയുക, നമ്മുടെ ഈ പഴയ സീലിംഗ് ഫാനിൻ്റെ ലീഫില്ലാത്ത സാധനങ്ങൾ പോലെയുള്ള കുറേ എന്താ പറയുക, ബോംബ് കൊണ്ടുപോയി കുഴിച്ചിടുന്ന സീനുകൾ, അത് എവിടെയാണ് കൊണ്ടുപോവുക എന്നറിയോ, നമ്മുടെ ഈ പഴയ എന്താ പറയുക വരമ്പൊക്കെ ഉണ്ടാവുമല്ലോ, അതേപോലെ ഒരു സ്ഥലത്ത്. അവിടെ എന്താ ആടുമാടുകൾ വരില്ല, ഇല്ലെങ്കിൽ മനുഷ്യന്മാർ വരില്ല, അവിടേക്ക് എന്തിനാ ഒരു SP വരുന്നത് എന്നൊക്കെ ഉള്ളൊരു ലോജിക്ക് ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഈ പടത്തിൽ ഇനിയും കുറച്ചും കൂടെ വന്നിട്ട് നമുക്ക് സ്വാരസ്യമാക്കിയിട്ടുള്ള സീനുകളൊക്കെ അവർക്ക് എടുത്തിരിക്കുകയായിരുന്നു. എന്താ പറയുക, ഒരു സീനുണ്ടതിൽ, അതായത് ഒരു രണ്ടുപേർ ചേർന്നിട്ട് വളരെ രഹസ്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാത്റൂമിൽ നിന്ന് നൃത്തം കേൾക്കും, അതുകൊണ്ട് കൂട്ടുകാരനായിരിക്കും. അങ്ങനത്തെ ഉള്ള കുറച്ച് സീനുകൾ, ഒരു 5-6 സീനുകളും കൂടെ പടത്തിൻ്റെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചൊരുക്കിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അതേപോലെ വില്ലൻ്റെ സീൻസുകളൊക്കെ ഒരു സ്ട്രൈറ്റ് വില്ലൻ ഇല്ലാത്ത പോലെയാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയിലിടയിൽ വില്ലന്മാരെ കാണിക്കുന്നുണ്ട്. അതേപോലെ വില്ലന്മാരെപ്പോഴും ഒളിഞ്ഞാണ് ഇരിക്കുന്നത്. അതേപോലെ പടം കഴിയുന്ന സമയത്ത് വന്നിട്ട് ആ ക്ലൈമാക്സ് ഫൈറ്റിൻ്റെ സീനിലൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് വരും, പഴയ ധൂൾ സിനിമയിൽ നിന്ന് ആ പാട്ടി പാടുന്ന പാട്ട്. അതൊക്കെ വളരെ ബോറായി പോയി കേട്ടോ. മൊത്തത്തിൽ ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, കഥയായിട്ട് നോക്കുകയാണെങ്കിൽ ഈ കഥ ആവശ്യമായിട്ടുള്ള ഒരു സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു കഥയാണ് ഉള്ളത്. പക്ഷേ ഇതിൽ തിരക്കഥയിൽ കുറച്ചും കൂടെ വർക്കൗട്ട് ചെയ്തിരിക്കണമായിരുന്നു. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു എക്സാമ്പിൾ സീൻ പറഞ്ഞല്ലോ ആദ്യം, ആ ബാത്റൂമിലിരുന്ന് രഹസ്യമായിട്ട് കേൾക്കുന്ന ആ ഒരു സീന്, അതേപോലെ ഒരു 2-3 സീനും കൂടെ കുറച്ചൊക്കെ നന്നായി വെച്ചെടുത്തിരുന്നെങ്കിൽ ഒരു അടിപൊളി മൂവി ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ശരി, എന്നാൽ ബൈ.